ആര്യ രാജേന്ദ്രൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ, ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ ഒരു മേയർ. ഇന്ന് ഏറ്റവും കൂടുതൽ ആ കുട്ടി വിഷമിക്കുന്നത് ചിലപ്പോൾ ആ ഒരു കാര്യത്തിലായിരിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറായി പോയല്ലോ ഞാനെന്ന് വിചാരിച്ചിട്ട്. അപ്പോ സംഗതി എല്ലാവർക്കും അത്യാവശ്യം അറിയായിരിക്കും. 2 ദിവസമായിട്ട് ആര്യക്കുട്ടിയാണ് വൈറൽ, അങ്ങോട്ട് എയറിൽ നിൽക്കുകയാണ് കുട്ടി. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കണ്ടു. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുപ്പിലൂതുന്നവന്റെ ആസനത്തിൽ ഊതുക എന്നൊരു സംഗതി, ഒരു പഴഞ്ചൊല്ല, ഒരു ബനാന ടോക്ക് ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് സാദൃശ്യം തോന്നിയ ഒരു കാര്യമാണ് കുറച്ചു മുമ്പ് ഞാൻ കണ്ട വീഡിയോ. അപ്പൊ അതെന്തായാലും ഞാനിവിടെ വെച്ച് തരാം. അതിനുശേഷം എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ്. മേയർക്കെതിരെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ മേയറോട് സൂക്ഷിക്കുക എന്നുള്ളൊരു പോസ്റ്റ് ബോർഡ് വെച്ചതിന് ശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡിലൂടെ പോകുന്ന KSRTC ബസ്സുകൾ തടഞ്ഞ് സമാന സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. മേയറോട് സൂക്ഷിക്കുക എന്നുള്ളൊരു പോസ്റ്റർ ഈ KSRTC ബസ്സുകളിൽ ഒട്ടിക്കുന്നു. ഒപ്പം തന്നെ ഡ്രൈവർമാരോട് ഈ മേയർ നടുറോഡിൽ ഡ്രൈവറോട് മോശമായി പെരുമാറി അധികാര ദുർവിനിയോഗം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ്, കൂടുതൽ വഴികളിലൂടെ പ്രതിഷേധിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും പ്രതിപക്ഷം മേയർ നടത്തിയത് അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് ഡ്രൈവർ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തത് എന്നുള്ളൊരു ആരോപണം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് ഏതറ്റം വരെയും പോകും എന്നാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, കിട്ടിയ ചാൻസ് ഉപയോഗിക്കുന്ന കുറച്ച് ചേട്ടന്മാര്, അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ എനിക്ക് അത്രേ പറയാൻ തോന്നിയിട്ടുള്ളൂ. കിട്ടിയ ചാൻസ് ഉപയോഗിക്കുന്ന കുറച്ച് ചേട്ടന്മാര്. നേരെ മറിച്ച് KSRTC ബസ്സിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അതായത് സാധാരണക്കാരന്, എന്നെ പോലുള്ള സാധാരണക്കാരന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഇവിടുത്തെ KSRTC ബസ് എന്ന് പറയുന്ന ഒരു സാധനം. ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് KSRTC ബസ്. അതുപോലെ തന്നെ കാറും നമ്മുടെ ബൈക്കും ഒക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപദ്രവകാരിയായിട്ട് തോന്നുന്ന ഒരു സംഗതി ഈ KSRTC ബസ് തന്നെയാണ്. ഞാൻ എത്രയോ തവണ ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ബൈക്ക് എടുത്തൊന്ന് വെളിയിൽ പോയപ്പോഴത്തേക്ക്, ഹൈവേ കയറിയപ്പോഴത്തേക്ക് റോഡിന്റെ ഒക്കെ അവസ്ഥ ഇപ്പൊ നമുക്ക് അറിയാലോ. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നൊരു KSRTC ബസ് പാഞ്ഞാണ് അവൻ വരുന്നത്. കാണുമ്പോഴേ വണ്ടി അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തും. ചേട്ടൻ പൊക്കോ, പോയി കഴിഞ്ഞാൽ പൊക്കോളാം എന്നുള്ളൊരു അവസ്ഥയാണ്. പേടി അവനെ കാണുമ്പോഴത്തേക്ക് പാഞ്ഞു വന്ന് ഇടിച്ചു കൂട്ടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പോയി കളയും. ആരോട് എന്ന് കംപ്ലൈന്റ് പറയാന്? ഇതാണ് ഇവിടുത്തെ KSRTC ബസിന്റെ ഒരു അവസ്ഥ. പാഞ്ഞാണ് അവന്മാരെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ പാഞ്ഞു പൊക്കോണ്ടിരുന്ന ഒരു KSRTC ബസ്സിനെ നമ്മുടെ ആര്യ ചേച്ചി ഒന്ന് പിന്തുടർന്നപ്പോഴത്തേക്ക് ആ ബസ്സുകാരൻ എന്തോ കാണിച്ചെന്ന് പറയുന്നുണ്ട്. നേരെ വട്ടമിട്ടു, ചേച്ചി വിളിച്ചു. അപ്പൊ അതാണ് സംഗതി. അപ്പോ ഇത് സാധാരണക്കാർ ഇവിടെ ഒരുപാട് ഇതിനു മുമ്പുള്ള കേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് സാധാരണക്കാർ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക്, ഇവന്മാരുടെ ഈ ചൊറി കണ്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നേരെ പോയി വണ്ടിക്ക് വട്ടം വെച്ച് തെറി പറയുന്നതൊക്കെ ഒരുപാട് വിഷ്വൽസിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരുടെയും പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അപ്പം ആര്യ രാജേന്ദ്രൻ ചെയ്തപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ളൊരു കാര്യം, ഒന്ന്, ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണക്കാരിയല്ല, ഒരു മേയറാണ്. അപ്പൊ കുട്ടിക്ക് പറ്റിപ്പോയ മിസ്റ്റേക്ക് അവിടെയാണ്. കുട്ടി ഒരു മേയറാണെന്നുള്ളൊരു കാര്യം കുട്ടി ആദ്യമേ ചിന്തിക്കണമായിരുന്നു. എന്നിട്ട് പ്രോപ്പർ ചാനൽ വഴി നിയമ നടപടികൾ ആ വണ്ടി ഓടിച്ച ആൾക്കെതിരെ എടുക്കണമായിരുന്നു. അതായത് പുറകെ പോയപ്പോൾ ഇയാൾ പോകുന്ന സ്പീഡ് കണ്ടിട്ട് അതൊരു വീഡിയോ, ഒരു ഫോണിൽ വല്ലതും, ഫോണൊക്കെ കാണുമല്ലോ കയ്യില്, ഫോണില്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ, അത് വീഡിയോ എടുത്ത് അത് പ്രോപ്പർ ചാനൽ വഴി അത് നിയമത്തിന്റെ വഴിയിൽ അയാൾക്കെതിരെ തിരിഞ്ഞായിരുന്നെങ്കിൽ, അയാൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നെങ്കിൽ അതിവിടെ വർക്കൗട്ട് ആയേനെ. നേരെ മറിച്ച് ഇവിടെ ഒരു സാധാരണക്കാരൻ, അവര് ദേഷ്യം വരുമ്പോ അവൻ നേരെ ഒരു ഗുണ്ടായുസം പോലെ പോയി കാണിക്കും, നമുക്ക് പൊട്ടും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല, കാണുന്നതുകൊണ്ടൊരു ചോദ്യമാണ്. അതായത് ഒരു തവണയെങ്കിലും നിങ്ങളിപ്പോ ഒരു വണ്ടിയെ പോയപ്പോൾ KSRTC ബസ്സിൽ തന്നെ പോകണമെന്നില്ല, ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെയോ കാറിലോ ബൈക്കിലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇവന്മാരുടെ ഈ പോക്ക് കണ്ടിട്ട്, KSRTC ബസ്സിന്റെ പോക്ക് കണ്ടിട്ട് ആ വണ്ടി ഓടിക്കുന്നവനെ തെറി പറയാതിരുന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും തെറി പറയാത്തവര് കാണില്ല. ഞാനൊക്കെ നല്ല വൃത്തിക്ക് തെറി പറഞ്ഞിട്ടുണ്ട്. KSRTC ബസ്സിന്റെ ഫ്രണ്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവന്മാരുടെ ഓരോ കാട്ടായം കണ്ടിട്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ കയറ്റാതെ പോകുന്നതിനൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന്മാരുടെ ഈ സ്പീഡ് കണ്ടിട്ട് തെറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നും ചെയ്യാത്തവരായിട്ട് ഇവിടെ ആരും കാണത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അത്ര നല്ലവരായിട്ടുള്ള ഉണ്ണി ഏതാന്ന് എനിക്കൊന്ന് അറിയണം. സോ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നമാണ് KSRTC ബസ്സിന്റെ ഈ ഒരു ഇവന്മാരുടെ ഈ അമിത വേഗത. ഇത് പ്രോപ്പർ ചാനൽ വഴി, ഇതിപ്പോ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല, അവരെ കൊണ്ട് അവര് ചെയ്യേണ്ട രീതി ഇങ്ങനെ അല്ലായിരുന്നു. അവരുൾപ്പെടെയുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നമാണിത്.
അത് പ്രോപ്പർ ചാനൽ വഴി ഈ ബസ്സുകാരുടെ ഇങ്ങനത്തെ ഓരോ വൃത്തികേട് പ്രോപ്പർ ആയിട്ട് പുറത്തു കൊണ്ടുവന്ന് അവന്മാർക്ക് നിയമ നടപടികൾ എടുത്ത് അവരെ ശിക്ഷിച്ചായിരുന്നെങ്കിൽ ഇവിടെ പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടത്തില്ലായിരുന്നു. KSRTC ബസ് ഇടിച്ചിട്ട് എത്രയോ പേര് മരിച്ചു. ഇതൊന്നും നടക്കത്തില്ലായിരുന്നു ആര്യ ചേച്ചി. ഇല്ലെങ്കിൽ ചേച്ചിയോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആര്യ ചേച്ചിയോട് അങ്ങ് തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ ചേച്ചിയുടെ കാറ് സഞ്ചരിക്കും. എന്നിട്ട് ഇപ്പൊ ഈ കാണിച്ച ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഗുണ്ടായുസം പരിപാടി, ഇത് ചേച്ചിക്ക് കാണിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും. ഒരുപാട് സ്ഥലത്ത് KSRTC ബസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ടിയിട്ടവരെ തെറി പറയാൻ ചേച്ചിക്ക് ചാൻസ് കിട്ടും. ചേച്ചി ചെയ്. അല്ല, ചേച്ചിക്ക് അങ്ങനെ അങ്ങ് ചെയ്ത് മറ്റേ ഫേമസ് ആവണമെന്നാണെങ്കിൽ ചേച്ചി ഉൾപ്പെടെ ഉള്ള അരിക്കുട്ടി ഉൾപ്പെടെ ഉള്ള സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണിത്. ബൈ പ്രോപ്പർ ചാനൽ നേരിട് ഇങ്ങനെയുള്ള ഓടിക്കുന്നവന്മാരെ. ഇല്ലെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. മനസ്സിലായോ? രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ കണ്ടതുപോലെ പ്രോപ്പറായിട്ട് പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കൂ. പിന്നെ അത് വേറൊരു കേസുണ്ട്. ആര്യക്കുട്ടി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ 25 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. പ്രായം കുറവുള്ളൊരു മേയറാണ്. പ്രായം കൂടുന്നതനുസരിച്ച് അറിവ് കൂടൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് അറിവ് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. 22-23 വയസ്സുള്ള ആളുകൾക്ക് കുട്ടികൾക്ക് നല്ല അറിവാണ്. കാരണം അവർ ഒരുപാട് വായിക്കുന്നുണ്ട്, അവർ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അറിവ് കിട്ടും. പക്ഷേ ഒരു വേദിയിൽ സംസാരിക്കാനും ഒരു വ്യക്തി എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ വേറെ കുറെ കാര്യത്തിലുള്ള അറിവ്, ഇതൊക്കെ പ്രായം കൂടുന്നതനുസരിച്ച് മാത്രമേ കിട്ടുകയുള്ളൂ. സോ അതിന്റെ ഒരു പ്രശ്നം കൂടെ ഈ ആര്യക്കുട്ടിക്ക് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടതായിരിക്കും. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റിലൊക്കെ വന്നിരുന്നപ്പോഴത്തേക്ക് പത്രക്കാരോട് പറയുമ്പോഴത്തേക്ക് ഞാൻ വണ്ടി അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടാ ഞങ്ങൾ ഇറങ്ങി, എന്നിട്ട് വണ്ടി മാറ്റിയിട്ടു എന്നൊക്കെ പറഞ്ഞു. നേരെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് CCTVയുടെ വിഷ്വൽ പുറത്തു വന്നു. ആ വണ്ടി അവിടെ തന്നെ കിടക്കുകയായിരുന്നു എന്ന് കാണിക്കുന്നത്. കയ്യിൽ പോയി കുട്ടിയുടെ. അതാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇത്ര നെഗറ്റീവ് ആവാനുള്ള ഒരു കാര്യം. കുട്ടി ഫേമസ് ആവാൻ ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും കുട്ടിക്ക് നെഗറ്റീവ് ആയി. അപ്പൊ അരിക്കുട്ടി ഇനിയെങ്കിലും നോക്കിയും കണ്ടുമൊക്കെ റിയാക്ട് ചെയ്യുക. മേയറാണ് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. അത് വെച്ച് റിയാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിയമപരമായി പോയി കഴിഞ്ഞാൽ ഒരുപാട് ചാൻസസ് കൂടുതൽ, സാധാരണക്കാരെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. നിങ്ങൾക്കേ പറ്റൂ. നിയമം കൂടെ നിങ്ങളുടെ അടുത്തൊക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? സോ അത് യൂട്ടിലൈസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ. ഇല്ലെങ്കിൽ പണിതാ ഇങ്ങനെ കിട്ടും.